ഇന്നത്തെ നമ്മളെ റെസിപ്പി സോസേജ് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റത്തിനെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു ഐറ്റത്തിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഐറ്റം ഞാൻ ഷോപ്പിലൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ചിക്കൻ സോസേജ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഫ്രീസറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കയ്യിലെടുത്തപ്പം ഒരു റബ്ബർ ഉണ്ടാവില്ലേ, നമ്മൾ പെൻസിൽ എഴുതിക്കന്നെ മായ്ക്കുന്ന റബ്ബർ, അതുപോലെ ഇങ്ങനെ ഒടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം അടുപ്പത്ത് ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചെടുക്കാം ട്ടോ. അപ്പോൾ ഈ സോസേജ് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും വേണ്ടി വരില്ല, ഒരു 5 മിനിറ്റ് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുളകാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ചില്ലി ഫ്ലെക്സ് ഇടുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഉള്ളി വഴറ്റി എടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ഒക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഉണ്ടാവില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമുറി സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോസേജ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. വീഡിയോയിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് കുറച്ച് കസ്തൂരിമേത്തി വിതറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിക്കും കുബൂസിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും പോയിട്ട് വേഗം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.